ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, ഒരടിമ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് നോറ്റാൽ ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ, ഒറ്റ നോമ്പ് കൊണ്ട് 70 വർഷത്തെ വഴിദൂരം അള്ളാഹു ആ വ്യക്തിയെ നരകത്തിൽ നിന്ന് അകറ്റുന്ന. ഒരു നോമ്പുകാരന് നരകത്തെ കാണുന്നത് 70 വർഷം യാത്ര ചെയ്താലേ അവിടെ എത്തൂ. ആ ഒരു സന്തോഷല്ലേ. കാരണം എന്താണ്? വബുരിസത്തിൽ ജഹീമു ലിൽ ഗാവീൻ, അതിക്രമകാരികളായ ആളുകൾക്ക് നരകം പ്രദർശിപ്പിക്കപ്പെടും. ബറസ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നതാണ്. മലക്കുകൾ ചങ്ങലയിൽ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന, ഓരോ ചങ്ങലയിലും 70,000 മലക്കുകളുണ്ടാകും. 70,000 ചങ്ങലകൾ, ഓരോ ചങ്ങലയിലും 70,000 മലക്കുകൾ. ഈ മലക്കുകൾ നരകത്തെ വലിച്ചു കൊണ്ടുവരും. ഇങ്ങനെ നരകത്തെ കാണുമ്പോൾ ഇവിടെ നിന്ന് 70 വർഷം ട്രാവൽ ചെയ്താലേ നരകത്തിലേക്ക് എത്തുന്ന ഒരു ദൂരത്തിലേക്ക് നമ്മെ അള്ളാഹു മാറ്റിയാലുള്ളൊരു സന്തോഷം എന്താ? ഒറ്റ നോമ്പുണ്ട്. ഒരു റമളാനിലെ 30 നോമ്പുണ്ട് അത്രേ. പിന്നെ മറ്റു സുന്നത്ത് നോമ്പുകൾ ധാരാളം, അദീദായ റമളാനിലെ നോമ്പുകൾ. നരകം അള്ളാഹു സുബ്ഹാനഹു വതആല അയാളിൽ നിന്ന് ബഹുദൂരം അകറ്റിക്കളയും. മറ്റൊരു ഹദീസിൽ വന്നതുപോലെ മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി ഖൻദഖൻ കമാ ബൈനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളുടെ അത്രയും ദൂരം അള്ളാഹു അകറ്റിക്കളയുന്നു. ആകാശവും ഭൂമിയും തമ്മിലുള്ള അകലം ചില അസറുകളിലൊക്കെ വന്നത് 500 വർഷത്തെ യാത്രാ ദൈർഘ്യമാണ്. അത് പ്രകാശവർഷമാണോ, ഏത് യാത്രയാണ്, അല്ലാഹു ആലം. അത്രയും ദൂരം നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഒറ്റ നോമ്പ് കൊണ്ട് അകറ്റുമെങ്കിൽ പിന്നെ നോമ്പുകാർക്ക് സന്തോഷിക്കാതിരിക്കാൻ എന്താണ് ഉള്ളത്?